അല്ല നോക്കൂ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് CPM-ന്റെ വിഷമവും CPM-ന്റെ സങ്കടവും ഞങ്ങളെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ലോക്കൽ ബോഡി കോർപ്പറേഷൻ തോറ്റു, പിന്നെ അസംബ്ലി 10 കൊല്ലം ഭരിച്ച് അതും തോറ്റു, ജനങ്ങളെ പുറത്താക്കി. പിന്നെ നിയമസഭയിൽ കൊണ്ടുവന്ന ധവളപത്രം CPM-ന്റെ 10 കൊല്ലത്തിന്റെ ഭരണത്തിന്റെ ഫലങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന സമയത്ത് എങ്ങനെയെങ്കിലും CPM ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടെന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് ഒന്നോ രണ്ടോ കാര്യം CPM-ന്റെ ലീഡർഷിപ്പിനോട് പറയാനുണ്ട്. ഒന്നാമത്, CPM-ന് കോൺഗ്രസ് സ്പീക്കറിന്റെ ഓഫീസിൽ പോയി കലാപവും നാടകവും ചെയ്യാൻ സാധിക്കും. പക്ഷേ BJP മേയറിന്റെ ഓഫീസിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ കലാപവും നാടകം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പായിട്ട്, അത് സഖാവ് പിണറായി വിജയനാണോ ഏത് സഖാവാണെങ്കിൽ ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങളൊപ്പം ഇങ്ങനത്തെ നാടകമൊന്നും കളിക്കാൻ ശ്രമിക്കരുത്. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും എന്ന് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചതായിരുന്നു. പാർട്ടിയിൽ ഇതിനെക്കുറിച്ച് ഒരു 10-15 ദിവസം മുമ്പ് ഒരു ചർച്ച നടന്നായിരുന്നു. മേയർ CPM-ന്റെ അഴിമതിനെ കുറിച്ച് എല്ലാം പുറത്ത് പറയുമ്പോഴും വിടുമ്പോഴും CPM ഒരു നാടകം നടത്തും, ഒരു പ്രതിഷേധ നാടകം നടത്തും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു ആവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ഫാർസായിരുന്നു ഇന്ന് അവർ ചെയ്തത്. ഇത് CPM-ന്റെ ഭാവിയെ കുറിച്ച് CPM-ന് ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മൂന്നാമത്തത്, നോക്കൂ, സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ സമരം ആരാണ് ചെയ്യേണ്ടത്? എക്സാലോജിക്കിന്റെ സ്കാം കാണുമ്പോൾ ജനങ്ങളല്ലേ AKG സെന്ററിന് മുമ്പിൽ പോയി സമരം ചെയ്യേണ്ടത്? 10 കൊല്ലം പടെ തൊഴിലില്ലായ്മ വിലക്കയറ്റം അഴിമതി ചെയ്ത CPM-ന്റെ ഓഫീസിന് മുമ്പിൽ ജനങ്ങളല്ലേ സമരം ചെയ്യേണ്ടത്? 45 കൊല്ലം കോർപ്പറേഷൻ ഭരിച്ച CPM തിരുവനന്തപുരത്ത് ഒരു വികസനവും ചെയ്യാണ്ട് ഇന്നും 45 കൊല്ലം കഴിഞ്ഞിട്ട് മാലിന്യവും കുടിവെള്ളവും തെരുവുനായ ശല്യവും 45 കൊല്ലം പരിഹരിക്കാണ്ട് CPM ഇരിക്കുമ്പോൾ CPM-ന്റെ ഓഫീസിന് മുമ്പിൽ പോയിട്ട് സമരം ചെയ്യേണ്ടത് ജനങ്ങളല്ലേ? അപ്പോൾ സമരം ചെയ്യാനും നിയമപരമായ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ ആരാണ് സമരം ചെയ്യേണ്ടത്, ആരെതിരെയാണ് സമരം ചെയ്യേണ്ടത്, നമ്മളൊന്ന് ആലോചിക്കണം.